ഇന്ന് ഞാൻ തയ്യാറാക്കാനായി പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഓട്സ് ഉപ്പുമാവാണ്. മുട്ടയൊക്കെ ചേർത്താണ് ഞാനത് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റിയാണിത്. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും കൂടിയാണ്. ഇത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായി വരുമ്പോൾ 1 കപ്പ് ഓട്സ് ഞാനിതിലിട്ട് കൊടുക്കുന്നുണ്ട്. റോൾഡ് ഓട്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. 2-3 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കണം. ഇതായിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായി വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് ചേർത്താൽ മതി. അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കടുക്, ഒരു 2 ഉണക്കമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പകുതി സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തതും ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വണ്ണം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇത് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഏത് പാത്രത്തിലാണോ ഓട്സ് എടുക്കുന്നത് ആ പാത്രത്തിൽ തന്നെ വെള്ളം എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ ഓട്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് ചെറിയ തീയിലൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നല്ല ചെറിയ തീ വേണ്ട, കുറച്ച് കൊടുത്താൽ മതി. ഇതിൽ ആ വെള്ളം വറ്റി വരുന്നത് വരെ ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. വെള്ളം കുറേ വറ്റി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാകും. അത് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആ വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഓട്സ് വറുത്തെടുത്തുകൊണ്ട് കട്ടയൊന്നും കുത്തില്ല കേട്ടോ ഉപ്പുമാവ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യണേ. കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, അതെല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇതിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് അതിലിട്ട് ഇളക്കി ഒന്ന് ചിക്കി യോജിപ്പിച്ചെടുക്കണം. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫാക്കി കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് ഉപ്പുമാവാട്ടോ അത്. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. നല്ല ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.